ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന പുതിയ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ നായകനായ അജയ് ഇരുന്ന് തേങ്ങ ഉടക്കുക. അപ്പോൾ തേങ്ങ ഉടക്കുന്ന സമയത്ത് ഒരു കഷ്ണം പോയി നമ്മുടെ നായികയുടെ മുടിയിൽ ഇങ്ങനെ തറച്ച് കയറുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നായികയ്ക്ക് ഭയങ്കരമായിട്ടും കലി. അടുത്ത തേങ്ങയും കൂടി ഉടയ്ക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടോ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളിയാണ്. അപ്പോൾ നായകൻ തിരിഞ്ഞു നോക്കുക, അതായത് നമ്മുടെ അജയ് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും പരസ്പരം അറിയുന്ന ആൾക്കാരാ. കാരണം നമ്മുടെ അജയ് ആണെങ്കിൽ നീയോ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ തന്നെ. എടാ, തനിക്ക് കണ്ണ് കണ്ടൂടെ? ഓ, അപ്പോൾ താൻ എന്നോട് വൈരാഗ്യം വിട്ടുകാരനല്ലേ? അപ്പോൾ നമ്മുടെ ഈ നായിക, ഈ അജയ് എന്ന് പറഞ്ഞ നായകൻ്റെ വണ്ടിയിൽ കയറി നല്ല വിലസി പോകുന്ന ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ നായിക പറയുന്നത്, താൻ എന്നോട് വൈരാഗ്യം കാണിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നായകനാണെങ്കിൽ അതെ, ഞാൻ വൈരാഗ്യം കാണിച്ചു തന്നെയാണ്. കാരണം ഞാൻ ഈ തേങ്ങാക്കൊത്തിനോട് പറഞ്ഞായിരുന്നു, അതേ ആ പുറകെ നിൽക്കുന്ന ആളെ എൻ്റെ ശത്രുവാണ്, അതുകൊണ്ട് ഈ തേങ്ങാക്കൊത്ത് പോയി അവരുടെ മുടിയിൽ പോയി തറച്ചു കൊള്ളണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് വന്ന് തറച്ചിരുന്നത്. ഓഹോ, താൻ അത്രയ്ക്ക് വീമ്പിളക്കാൻ എൻ്റെ മുന്നിലായല്ലേ, താൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നായികയാണെങ്കിൽ അതിൽ നിന്നൊരു തേങ്ങ എടുത്തിട്ട് പടക്കെന്ന് പറഞ്ഞ് ഉടയ്ക്കുക. അപ്പോൾ ഉടച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് ഒരു തേങ്ങാ കഷ്ണം പോയി നമ്മുടെ അജയുടെ മേത്ത് കൊള്ളുകയാണ്. അപ്പോഴേക്കും നായിക പേടിച്ചു പോയി. അയ്യോ, ഇപ്പം ഇത് വെറുതെ ഉടച്ചതാണല്ലോ, അപ്പോൾ ശരിക്കും തറച്ചു കൊണ്ടോ എന്നൊരു പേടില്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അതെ, പകരത്തിന് പകരം എന്നങ്ങോട്ട് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നായിക അവിടെ നിന്ന് പോവുകയാണ്. അജയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അമ്പലമല്ലേ, ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അജയുടെ കുടുംബമൊക്കെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലങ്ങ് നിൽക്കുക. അപ്പോൾ ക്ഷേത്രത്തിൽ വലിയൊരു ദർശനം നടക്കാനായിട്ട് പോവുകയാണ്, തിരുവാഭരണം കാണിക്കാനായിട്ട് പോവുകയാണ്. ആ സമയത്താണ് ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് കുറേ ജനങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ആരെയും പോലീസുകാരെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. അവിടുത്തെ കുടുംബക്കാരാരാണോ ആ കുടുംബക്കാർ മാത്രമേ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് നായിക ഓടി വന്നിട്ട്, അയ്യോ എന്നെയും കൂടി കയറ്റണം, ഞാനും കൂടി ഒന്ന് തിരുവാഭരണം കണ്ടോട്ടെ, എന്നെയും കൂടി ദർശിക്കാൻ അനുവദിക്കണം, ഞാനൊന്ന് ഭഗവാനെ കണ്ടോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ പോലീസുകാർ ഈ നായികനെ തടഞ്ഞു നിർത്തുകയാണ്. ഇല്ല, പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇത് കുടുംബക്ഷേത്രമാണ്, കുടുംബക്കാർക്ക് മാത്രമേ പ്രവേശിക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നായികയെ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നായകൻ്റെ മുത്തശ്ശിയെ കാണിക്കുകയാണ്. അപ്പം മുത്തശ്ശിയാണെങ്കിൽ അതെ, ആ കുട്ടിയെ തടയണ്ട, അതെൻ്റെ കൊച്ചുമോളാ, ഇങ്ങോട്ട് കടത്തി വിട്ടേരൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പോലീസ് നായികയെ കടത്തി വിടുക. നായികയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ നായികയും ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ദർശനം കാണാൻ വേണ്ടി ഇങ്ങനെ കയ്യും കൂപ്പി പിടിച്ച് നിൽക്കുക. അപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ, ആ ക്ഷേത്രത്തിൽ മുഴുവനും ഉള്ളത് തീവ്രവാദികളായിരുന്നു, അവരെല്ലാവരും കൂടെ അനങ്ങിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് തോക്കിൻ്റെ മുൻമുന്നിൽ എല്ലാവരും നിർത്തുകയാണ്. എല്ലാവരും പേടിച്ച് വരച്ചൊരവസ്ഥ. നായികയാണെങ്കിൽ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്, ഞങ്ങളെ ഈ തിരുവാഭരണം എടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ തിരുവാഭരണം നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിറയെ സ്വർണ്ണങ്ങളാണല്ലോ. അപ്പോൾ ഇത് തട്ടിക്കൊണ്ട് പോകാനായിരുന്നു എല്ലാവരുടെയും തീരുമാനം. അങ്ങനെ പോലീസുകാരോട് എത്തുകയാണ്. പോലീസുകാരൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴും പോലീസുകാരെയൊക്കെ മിരട്ടി നിർത്തുകയാണ്. അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് തോക്കിൻ്റെ മുൻമുന്നിൽ നിർത്തിയിരിക്കുകയാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന ആ കുടുംബക്കാരെ മുഴുവനും ഈ തീവ്രവാദികളുടെ വണ്ടിയിലേക്ക് അങ്ങോട്ട് കയറ്റുകയാണ്. അപ്പോൾ പോലീസുകാരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇതെന്താണ്, നമ്മളൊക്കെ പോലീസുകാരെന്നും പറയാൻ വേണ്ടി നാണക്കേടാണല്ലോ. കാരണം അതെ, ഇത്രയും ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്തെങ്കിലും കൈയും കെട്ടി നോക്കി നിൽക്കുന്നത്. എടോ, ഈ കേരള പോലീസ് യഥാർത്ഥത്തിൽ ആരാണെന്ന് തനിക്കറിയാവോ? ഇല്ല സാർ. ആരാ സാർ? എങ്കിൽ താൻ കണ്ടോ, ഇപ്പോഴത്തെ തൻ്റെ കൺമുന്നിൽ തന്നെ കാണും. അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം നമ്മുടെ അജയ് സാർ ആ വണ്ടിയിൽ നിന്ന് കുറേ പേരങ്ങോട്ട് ചവിട്ടി താഴത്തേക്ക് ഇടുകയാണ്. പക്ഷേ നമ്മുടെ നായികക്കറിയില്ല അജയ് പോലീസാണെന്ന്. അങ്ങനെ അജയുടെ നല്ല അത്യുഗ്രൻ അടിയാണ് അവിടെ നടക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ നായിക പുറത്തേക്ക് ഇറങ്ങി. നായികയും തുടങ്ങി, എടാ നീയൊക്കെ ഞങ്ങളെ മിരട്ടാനായടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ്റെ കരണത്തട്ടടിക്കുന്നു. അപ്പോഴേക്കും ഒരു തീവ്രവാദി വന്ന് തോക്കിൻ്റെ മുൻമുന്നിൽ നിർത്തുകയാണ് നായികയെ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അജയ് ആ തോക്ക് തട്ടിത്തെറിപ്പിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഗുണ്ടകളെല്ലാം തല്ലി തറക്കുന്ന സമയത്ത് നായികയുടെ തലക്ക് നോക്കിയിട്ട് അതിലൊരു ഗുണ്ട അടിക്കുകയാണ്. ആ അടിയുടെ ആഘാതത്തിൽ നായിക താഴത്തേക്ക് വീഴുകയും ചെയ്യാണ്. പക്ഷേ നായികയ്ക്ക് ബോധം വരുമ്പോൾ നായികയുടെ വീട്ടിലാണ്. പക്ഷെ അതിനു മുമ്പ് തന്നെ നായിക ഒരു സ്വപ്നം കാണുന്നുണ്ട്.
ഒരു ബാലൻ. ആ ബാലൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ മുഖം വ്യക്തമായി കാണിക്കുന്നില്ല. പക്ഷേ പെൺകുട്ടികളുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാലകൾ കാണിക്കുന്നുണ്ട്. ഒരേ ഡിസൈനിലുള്ള അതേ മാലകൾ. അപ്പോൾ ഈ ബാലൻ പറയുന്നുണ്ട്, അതെ, എൻ്റെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കണമെന്നാ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ബാലികമാരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ആരാണ് കെട്ടാൻ പോകുന്നത് ചേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അതൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ വലുതാവട്ടെ, അതിനുശേഷമല്ലേ അതെല്ലാം പറയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നായിക ഈ സ്വപ്നത്തിൽ നിന്ന് കണ്ണ് തുറക്കാം. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും കൺമുന്നിൽ ദേ അമ്മയും അച്ഛനിരിക്കുക. അപ്പം ഇത് കണ്ട് നായികയാണെങ്കിൽ ഞാനിപ്പോൾ എവിടെ, ഞാനെങ്ങനെ ഇവിടെ എത്തിയത് എന്ന് ഞാൻ ചോദിച്ചപ്പോഴേക്കും അതേ, ക്ഷേത്രത്തിൽ ബോധം കെട്ടിരുന്ന ചരക്കിനെ എടുത്ത് ഇവിടെ കിടത്തിയതാണ്. ഓ എൻ്റെ ദൈവമേ, അതൊന്നൊന്നര അടിയായിരുന്നു, എനിക്ക് തല വേദനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കാം. അതെ, ഞാനിപ്പോൾ ബോധം പോയില്ലേ, തലക്കടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു സ്വപ്നം ഞാൻ കണ്ടത്. എന്ത് സ്വപ്നം? അതെ, ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നറിയാവോ? ഒരു ബാലൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പെൺകുട്ടികളിരിക്കുന്നു. ആ ബാലന് ഒരു 5 വയസ്സ് കാണും. ആ പെൺകുട്ടികൾക്കാണെങ്കിൽ 2.5 3 വയസ്സേ കാണുള്ളൂ. പക്ഷേ ആ ബാലൻ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും എൻ്റെ മുറപ്പെണ്ണാണ്, അതുകൊണ്ട് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 2 പേരിലും ഒരാളെ കല്യാണം കഴിക്കണമെന്നാ. പക്ഷേ വലുതാകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ നായികയുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാത്തൊരു ടെൻഷൻ തോന്നുക. പക്ഷേ ഇതിലെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റോ? എന്ത് ട്വിസ്റ്റ്? ഞാനേ സ്വപ്നത്തിൽ വ്യക്തമായി കണ്ടത് എന്താണെന്നറിയാമോ? ഹൈലൈറ്റ് ആയിട്ട് കണ്ടത് ഈ 2 പെൺകുട്ടികളുടെയും കഴുത്തിൽ ഒരേപോലത്തെ മാല, അത് ലോക്കറ്റ്, ഒരേ ഡിസൈൻ. എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കണ്ടോ, അതേപോലത്തെ ഡിസൈൻ. ആ നായികയുടെ കഴുത്തിൽ കിടക്കുന്ന ആ ലോക്കറ്റിൻ്റെ ഡിസൈൻ്റെ ഉള്ളിൽ ഒരു നാഗത്തിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നായികയുടെ അച്ഛനും അമ്മയ്ക്കും കൂടുതൽ ടെൻഷനും കൂടി വരികയാണ്. എന്തായാലും കണ്ടു. എന്തിനാണാവോ ഇപ്പം അങ്ങനെ കണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നായിക അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോഴേക്കും ഈ നായികയുടെ അമ്മയാണെങ്കിൽ ഏട്ടാ ഇതെന്താണ് ഈ കേൾക്കുന്നത്? നമ്മുടെ മോള് നമ്മളെ വിട്ടു പോകുമോ? എങ്ങോട്ട് പോകാനായിട്ട്? നമ്മുടെ മോളല്ലേ, നമുക്ക് കിട്ടിയ മോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നായികയുടെ ഇതിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നായിക വന്നിട്ട് 2 പേരും കൂടെ എന്താ ആലോചിക്കുന്നത്? ഞാൻ കണ്ട സ്വപ്നത്തെ കാര്യത്തെക്കുറിച്ചാണോ? എങ്കിലേ ആ സ്വപ്നത്തെക്കുറിച്ച് ഞാനൊരു കഥ പറയട്ടെ. 2 മുറപ്പെണ്ണുകൾ, അതിൽ ഒരാളെ നഷ്ടപ്പെടുന്നു. എന്നിട്ട് ഒരാളെ മറ്റൊരാൾ വളർത്തുന്നു. അങ്ങനെ വളർത്തിക്കഴിഞ്ഞിട്ട് വലുതാകുമ്പോഴേ അവർ 2 പേരും കണ്ടുമുട്ടുന്നു. കാട്ടിലാണ് അവർ ഉപേക്ഷിക്കപ്പെട്ടത് എന്നിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇതൊക്കെയാണല്ലോ സീരിയലിലും സിനിമയിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നായിക പോവാം. അപ്പം നായിക ആ ഒരു കഥയും കൂടി പറഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആകെ ടെൻഷൻ. അപ്പോൾ നായികയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനൊരു വലിയ കഥ ഒളിഞ്ഞിരിക്കുന്നത് തന്നെയുണ്ട്. അങ്ങനെ നായിക ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദരിക്കുട്ടിയാവുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ അജയുടെ വീട് കാണിക്കുക. അപ്പം അജയും മുത്തശ്ശിയും ബാക്കി എല്ലാവരും കൂടി കയറി വരികയാണ്. നീ അജയ് വന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. എൻ്റെ ദൈവമേ, ഞങ്ങളെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം തീവ്രവാദികൾ വന്ന് ആഭരണപ്പെട്ടി മോഷ്ടിക്കാനുള്ള പരിപാടികളായിരുന്നു. തോക്കിൻ്റെ മുൻമുന്നിലല്ലേ നിർത്തിയത്. പക്ഷേ അജയ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അവൻ്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നടാ എന്ന് പറയാം. വേണ്ട, ഇവൻ്റെ സാഹസികതകൾ എനിക്ക് കേൾക്കണ്ട. എൻ്റെ മോൻ ഈ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇവനിപ്പോൾ എത്രാമത്തെ ട്രാൻസ്ഫറാണ്? എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഇവൻ ഇന്ന സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നതെന്ന്? അപ്പം തന്നെ ട്രാൻസ്ഫർ ആക്കൂലേ? അപ്പോൾ എനിക്കിത് പറയാനായിട്ട് പറ്റില്ല. എന്നാലും ചേട്ടൻ്റെ രീതി തന്നെയാണ്, തൻ്റെ ഇടവും എല്ലാ കാര്യങ്ങളും അവന് ചേട്ടനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഒരു പെങ്ങൾ പറയാം. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് അജയാണെങ്കിൽ എൻ്റെ റോൾ മോഡല് വല്യച്ഛനാ. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിന്നാൽ വേറൊരു റിലേറ്റീവ് പറയാണ്, നിൻ്റെ വല്യച്ഛനെ തന്നെ ആക്കിക്കോ നീ റോൾ മോഡൽ. പക്ഷേ വല്യച്ഛൻ കാരണം എന്തൊക്കെ മരണങ്ങളാണ് സംഭവിച്ചതെന്ന് അറിയണ്ടല്ലോ. എന്തൊക്കെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് അറിയണ്ടല്ലോ. എൻ്റെ ഭർത്താവിനെ, എൻ്റെ അമ്മാവനെ, അങ്ങനെ പലരെയും. ഇനി നീ ആരെയാ കൊല്ലാൻ പോകുന്നത്? എന്നെയാണോ? എങ്കിൽ പിന്നെ ആയിക്കോട്ടെടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര രീതിയിൽ സംസാരിച്ചിട്ട് അവിടുന്ന് പോവാം. അജയ്ക്ക് ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുക. പക്ഷേ തൻ്റെ പ്രൊഫഷനിലേക്ക് വിട്ട് കളിക്കാനായിട്ട് അജയ് തയ്യാറാവുന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങൾ നടക്കും. പക്ഷേ പേടിച്ച് പിന്മാറുന്നൊരു കൂട്ടത്തിലല്ല ഞാൻ. എൻ്റെ വലിയച്ഛൻ
ഒരു പോലീസ് ഓഫീസറായിരുന്നു. ആ പോലീസ് യൂണിഫോം എനിക്കും കിട്ടണമെന്ന് ആഗ്രഹം തോന്നി. അതിപ്പോൾ നേടിയെടുത്തിരിക്കുകയാണ് ഞാൻ. അത് കളഞ്ഞു കുളിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യത്തുമില്ല. എവിടെ ക്രൂരത കണ്ടോ അവിടെ ഞാൻ പ്രതികരിച്ചിരിക്കും എന്നും അജയ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. നായിക നല്ല സുന്ദരിയായിട്ടൊക്കെ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ടിങ്ങനെ വരിക. ഏതായാലും ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ നായികയുടെ അച്ഛൻ പറയാണ്, അയ്യോ മോളെന്താ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? കൊള്ളാം, നല്ല കഥയായി. മോളും അച്ഛനും കൂടിയല്ലേ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. അച്ഛനെ മറവി രോഗം വന്നു എന്ന് മോളോട് പറയട്ടെ. ആശുപത്രി കൊണ്ടുപോകാൻ സമയമായെന്ന്. അയ്യോ എൻ്റെ പൊന്നു സുഹൃത്തെ പറയരുത്, എനിക്ക് വയ്യ ഇനി അതും കൂടി കേൾക്കാനായിട്ട്. അങ്ങനെ നായിക അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛാ ദേ എനിക്ക് ഇറങ്ങാനുള്ള സമയമായി. ഇനി ഇത് രണ്ടുപേരും കൂടി അതൊന്നും പറഞ്ഞിട്ട് നിൽക്കണ്ട. അല്ല അച്ഛനിത് എത്രാമത്തെ ചായ കുടിക്കുന്നത്? അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛന് കുറേ ചായ കൊടുക്കരുതെന്ന്. മോളെ നീ തന്നെയല്ലേ പറഞ്ഞത് അച്ഛൻ ചോദിക്കുന്നതൊക്കെ കൊടുക്കണമെന്ന്? ഇത് കുടിച്ചു കഴിഞ്ഞാലേ ഷുഗർ വന്ന് കൂടും, മനസ്സിലായല്ലോ? അച്ഛാ അച്ഛനോട് അമ്മയ്ക്ക് ഒരു സ്നേഹവുമില്ല, അതെനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അയ്യോ ദേ ചേട്ടൻ ഇനി മുതൽ ഞാൻ ഏത് സമയവും ചായ തരും. അമ്മേ ചായ കൊടുത്താലുണ്ടല്ലോ നീ പോടി, ഞാൻ കൊടുക്കാം എൻ്റെ ഭർത്താവിന് ചായ. നിന്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ദേ മുടിയൊക്കെ ഒതുക്കി കെട്ടിക്കണ്ടേ, ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ചുമ്മാ കല്യാണപ്പെണ്ണിനെ കാണാനായിട്ട് ആൾക്കാരൊക്കെ വരാൻ നേരത്ത് ദേ അങ്ങോട്ട് പോയി കളയും. മുടിയൊക്കെ ഒതുങ്ങിയിരിക്കണ്ടേ. അയ്യോടാ എന്നെ കെട്ടാൻ വരുന്ന ആൾക്കാരെന്താ ബാർബർമാരാണോ എന്ന് ചോദിക്കണം. അവളുടെ തമാശ കേട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഈ നായികയെ യാത്രയാക്കാൻ പോവുക. അങ്ങനെ യാത്ര സമയത്ത് മോളെ നീ ഇതെല്ലാം വല്ലതും വായിക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു റെഫറൻസ് ആണ് അച്ഛാ. കണ്ടോ എൻ്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ? അധികം താമസിയാതെ ഞാനൊരു പൊളിച്ചെടുക്കലുണ്ട്. ശരി ആയിക്കോട്ടെ. അതെ ഞാൻ പോയി കഴിയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ചെളി വാരി തേക്കരുത്. അതെ രണ്ടുപേരും കൂടി ചെളി വാരി തേച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കരുതെന്ന്. അതാ പറ, രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് ഇവിടെ തന്നെ ഇരുന്നോളാം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായിക പോവാണ്. അങ്ങനെ സ്റ്റേഷനിൽ ഒന്നടക്കം എല്ലാവരും അറേഞ്ച് ചെയ്യാണ്. ദേ ആള് വരുന്നുണ്ട്, ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി വരികയാണ്. ആളൊരു മുഷടനാണെന്നാണ് കേട്ടത്. എന്തിനും ഏതിനും മുഖം നോക്കാതെ കൊടുക്കുന്ന ആള്. MLA കിട്ട് വരെ കാരണം നോക്കി കൊടുത്ത ആളാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം. അങ്ങനെ പൂച്ചെണ്ടുകളൊക്കെ ആയിട്ട് എല്ലാവരും പുറത്തു വന്ന് നിൽക്കാം. അപ്പോഴേക്കും ദേ വരുന്നു നമ്മുടെ നായിക. അപ്പം നായിക വന്ന് സ്കൂട്ടറിൽ ഇറങ്ങുകയാണ്. എല്ലാവരും മന്ദിച്ച് നോക്കി നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പം നാളത്തെ റിവ്യൂവിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പം നമ്മുടെ പുതിയ സീരിയലാണ്. അപ്പോൾ ഈ പുതിയ സീരിയലും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു, സീ ബൈ.